വണ്ടി കുറച്ചൊന്ന് സ്പീഡാക്കിക്കോ. ഷോപ്പിൽ നല്ല തിരക്കാ. ഇത് രാകേഷ് ലീവല്ലേ? ഷോപ്പിലെത്താനായില്ലേ, കുഴപ്പമില്ല. ഓരോടക്കിടക്ക് ലീവാന്നല്ല, എന്നാ തോന്നുന്ന പ്രശ്നമോ? ചേട്ടാ, ഓന്റെ മാമൻ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ്. അങ്ങനെ പെട്ടെന്ന് ലീവ് എടുത്തു പോവാൻ. ആരിക്കറിയാം. ചേട്ടാ, ഓനാകെ ടെൻഷൻ പിടിച്ചിട്ടാ പോയി. സുജേഷ, ആവശ്യമില്ലത്. അതെ, രാകേഷ് ആണല്ല. ചേട്ടാ, കള്ള് ഷാപ്പിലാന്നല്ല. അടുക്കടുക്ക് വണ്ടി ഒന്ന് സൈഡാക്കിട്ട് അവിടെ ഒന്ന് കാണല്ലോ നമുക്ക്. ചേട്ടാ, വണ്ടി ആടെ നിർത്തിയാ പോരേനോ? ഇത്ര ദൂരത്ത് നിർത്തിനി. ഈ കാറാടെ കണ്ടിട്ട് വേണോ നമ്മളും കള്ളു പിടിക്കാൻ പറ്റുന്ന നാട്ടുകാരെ പറയാൻ പറ്റല്ലേ? നീ ഇറങ്ങട്ടെ, ആദ്യം ഓനെ നമുക്ക് ശരിയാക്കാം. ഇതിന്റെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞേ ചേട്ടാ? അമ്മമ്മ അല്ല, മാമൻ. രാജേഷേ, അമ്മമ്മയാണോ മാമനാണോ സീരിയസ് ആയിട്ടുള്ള? കഴിഞ്ഞ ആഴ്ച അമ്മമ്മയാണ് ഹോസ്പിറ്റലിൽ ഉണ്ടായി. അപ്പൊ മാമൻ തന്നെയല്ലേ? എന്തിന്റെ രാജേഷേ, മാമന് സുഖം തന്നെയാണാ? ചേട്ടാ, മാമന് സുഖം തന്നെയാണ്. അഡ്മിറ്റ് ആയിന്ന് ഞാൻ വെറുതെ പറഞ്ഞ. ചേട്ടാ, മാമന്റെ പിറന്നാളായിന്ന്. വയസ്സായതല്ലേ, അവക്ക് ഓരോ ആഘോഷിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് കള്ളു വാങ്ങാൻ വന്നിയാ ഞാൻ. അപ്പൊ രാജേഷേ, കഴിഞ്ഞ ആഴ്ച അമ്മമ്മ സീരിയസ് ആന്ന് പറഞ്ഞത് അമ്മമ്മന്റെ പിറന്നാളാന്നാ? അന്നും മാമൻ ആഘോഷിക്കണം എന്ന് പറഞ്ഞിനി. പിന്നെ വയസ്സായ ആളല്ലോ ചേട്ടാ, ഇന്ന് നാളാന്ന് പറഞ്ഞ് നിൽക്കുന്ന. അടിപൊളി മാമനാന്നല്ലേ രാകേഷേ? സുജേഷേ, കഴിഞ്ഞ മാസം ഇവിടെ എത്ര ലീവ് ഉണ്ട്? 6 ലീവ്. 6 ലീവാ? 6 ലീവും മാമന്റെ ഒപ്പം ആഘോഷിച്ചില്ലടാ നീ, സത്യം പറ. ചേട്ടാ, 4 ദിവസം മാമന്റെ ഒപ്പം ഉണ്ടായിനി, ബാക്കി 2 ദിവസം ഇതാ ഇവന്റെ ഒപ്പം ഉണ്ടായിനി. നമ്മൾ രണ്ടാളും ഒരുമിച്ചാ ലീവാക്കിയ. നീയും ആള് മോശമല്ല. ഇവിടെ ഒരു ദിവസം ക്യാഷ് ലീവാണ്, പിന്നെ ഒരു ദിവസം പറഞ്ഞത് അവന്റെ സാലറി കിട്ടിയതിന്റെ ചെലവാണ്. അവിടെ രാജേഷേ, എനിക്ക് മാമന് മാത്രം വാങ്ങിക്കൊടുത്തു, ഇവിടെ ഇവനും കൂടി വാങ്ങിക്കൊടുക്കടാ. മാമന്റെ ഒപ്പം ഉള്ളത് അത് മാമന്റെ ആഘോഷമല്ലോ വൈജോട്ടാ. പിന്നെ ഇത് എനക്ക് ശമ്പളം കിട്ടിയല്ലോ വൈജോട്ടാ, അനക്കും വേണ്ടേ ആഘോഷമല്ലോ. നിന്റെ ലൈഫ് മൊത്തം ആഘോഷാന്നുള്ള രാകേഷേ. അല്ല സുജേഷേ, ഇവനെ കണ്ട് പഠിക്കണോ അല്ലേ? എനിക്ക് പഠിക്കണം അവനെ കണ്ട്. അല്ലല്ല, വേണ്ട. ഒരു കാര്യം ചെയ്യുന്ന മുതല് നീ എല്ലാ ദിവസവും ആഘോഷിച്ചോ. നാളെ മുതൽ ആ ബാത്ത് കണ്ടേക്കും സുജേഷേ. ഇവന്റെ സാലറി എത്ര വെച്ചാൽ കൊടുത്തിട്ട് കട്ടാക്കിയ. ഇങ്ങനത്തെ പണിക്കാരൻ നമുക്ക് ഉണ്ടാ കേട്ടോ.